ഹേ ഗേൾ, ശരിക്കും നമ്മൾ അയാളെ മിസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അയാളെയാണോ മിസ് ചെയ്യുന്നത്, അതോ നമ്മുടെ സമയം കുറച്ച് പ്ലസന്റ് ആയിട്ട് പ്ലഷറബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണോ നമ്മൾ മിസ് ചെയ്യുന്നത്? അയാളെയാണ് മിസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് സംസാരിച്ചാൽ നമ്മൾ ബാക്കി സമയത്ത് അതിനെപ്പറ്റി ഓർത്ത് സന്തോഷമായിട്ടൊക്കെ ഇരിക്കേണ്ടതല്ലേ. പക്ഷെ അയാളുമായിട്ട് സംസാരിച്ച് നിർത്തിയാൽ ഉടനെ നമ്മൾ വീണ്ടും മിസ് ചെയ്യുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ ശരിക്കും നമ്മൾ അയാളെയാണോ മിസ് ചെയ്യുന്നത്, നമ്മുടെ സമയം പ്ലസന്റ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണോ മിസ് ചെയ്യുന്നത്? നമുക്കൊരു ഹോബി ഉണ്ടെങ്കിൽ നമ്മുടെ ജോലിയും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഹെൽത്ത്, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയം നമുക്കൊരു ഹോബി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇത്രയും അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ അവരെ മിസ് ചെയ്യുന്നുണ്ടാവില്ല. അവരവരുടെ ലൈഫിൽ ബിസിയായി അവരുടെ കരിയർ ബിൽഡ് ചെയ്യുകയും അവരുടെ കൂട്ടുകാരുമൊത്ത് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് അവരെ മിസ് ചെയ്യാണ്. അത് ശരിയാണോ? നമുക്കൊരു ഹോബി, അത് എന്ത് ഹോബി ആവാം. പാട്ട് കേൾക്കുന്നതാവാം, പാട്ട് പാടുന്നതാവാം, എഴുതുന്നതാവാം, വായിക്കുന്നതാവാം, കോണ്ടന്റ് ക്രിയേഷൻ ആവാം, മേക്കപ്പ് ആവാം, പുറത്ത് യാത്ര ചെയ്യുന്നതാവാം, ഒരു പെറ്റിനെ വളർത്തുന്നതാവാം. അങ്ങനെ എന്തും നമ്മുടെ സമയം പ്ലസന്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല നമ്മുടെ ഹാപ്പിനെസ്സിന്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക, നമ്മുടെ സമയം നമ്മൾ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്യുക, അല്ലെ? അപ്പോ ബി ഓക്യുപ്പൈഡ്, ബി ഹാപ്പി, ബിൽഡ് യുവർ ഓൺ ഹാപ്പിനെസ്.